Good af good morning or good evening for people in India. Thank you for inviting me for this talk. I think I can talk in Malayalam, right? So, yeah, very happy to join this inaugural session of this program. അപ്പോൾ ഞാൻ എൻ്റെ പേര് ജാബിർ ചാത്തനത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും സയൻസ് സ്റ്റുഡൻസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സയൻസിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഒരു ഘട്ടത്തിലാണ് നിങ്ങളുള്ളത്, ഹൈസ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും അതേപോലെ കടന്നു വന്ന ഒരു സയൻസിലൂടെ കടന്നു വന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് സയൻസിലൂടെ കടന്നു വന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് I can share with you some of my experience, how you can improve your approach towards science. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാവരും ഹൈസ്കൂൾ ലെവലിലാണല്ലോ. ഞാൻ പെട്ടെന്ന് നോക്കിയ എൻ്റെ മനസ്സിൽ വന്ന ഒരു 3 പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സയൻസും യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതിയും ചിലപ്പം ഒരു വ്യത്യാസം ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഒരു ആസ്ട്രോഫിസിക്സ് അല്ലെങ്കിൽ നിങ്ങൾ സ്പേസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അതായത് ഇപ്പൊ നമുക്കൊരു ഭൂമിയുണ്ട്, ഭൂമിയുടെ എർത്തിന് ചുറ്റും മറ്റുള്ള ഗ്രഹങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറെ ഫാക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്, റൈറ്റ്? അത് മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിക്കുന്നു, റൈറ്റ്? ന്യൂട്ടൺസ് ലോ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ അതുപോലത്തെ ഒരുപാട് ഇക്വേഷൻസ് പഠിക്കുന്നു, റൈറ്റ്? അപ്പോൾ അതിൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്, അതായത് ഫിസിക്സ്, യഥാർത്ഥത്തിലുള്ള ഫിസിക്സ് നമ്മളിങ്ങനെ ഉയർന്ന ലെവലിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് ഈ ഒരുപാട് ഫാക്ട്സ് മാത്രമല്ല, ഇതൊരു മാത്തമാറ്റിക്സ് കൂടിയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും, മാത്തമാറ്റിക്സ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് ഫിസിക്സ്, റൈറ്റ്? അപ്പോൾ അതായത് അതായത് ഫിസിക്സ് പഠിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു ടൂളാണ് മാത്തമാറ്റിക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, അപ്പൊ നിങ്ങൾ ആ ഒരു കണക്ഷൻ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എങ്ങനെയാണ് ഒരു എത്ര വെലോസിറ്റിയിലാണ്, എത്ര സ്പീഡിലാണ് ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നതെന്ന് ചോദിച്ചാൽ നമ്മളത് മനസ്സിലാക്കുന്നത് ഒരു ഇക്വേഷനിലൂടെയാണ്, റൈറ്റ്? അപ്പോ ആ ഇക്വേഷൻ അവിടെ നമ്മൾ മാത്തമാറ്റിക്സ് ഫാക്ട്സ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഒരു നേച്ചറിലുള്ള ഓരോ ഫിനോമിനയും നമ്മൾ പഠിക്കുന്നത്, റൈറ്റ്? എല്ലാ ഫിനോമിനയും ഒരു അണ്ടർലൈങ് ഇക്വേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഇക്വേഷൻസ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, എന്തിനാ കുറെ ഇക്വേഷൻസ് പഠിക്കുന്നത്, നമുക്ക് ഈ സയൻസ് മാത്രം പഠിച്ചാൽ പോരെ. പക്ഷെ ഈ ഇക്വേഷൻസിന്റെ ബേസിലാണ് നമ്മളുടെ ഒരുപാട് ഈ കാര്യങ്ങൾ ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിന്റെ കുറെ ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ടാവും. അതിന്റെ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് അസംഷൻസ് വെക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് കുറെ മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്തിട്ട് നമ്മളൊരു അവസാനം, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഐൻസ്റ്റൈൻ്റെ ഫേമസ് ഇക്വേഷൻ, റൈറ്റ്? E=mc². അതൊരു ഇക്വേഷൻ ആണ്, പക്ഷെ ആ ഒരു ഇക്വേഷൻ ഒരുപാട് മീനിങ്സ് ഉണ്ട്, റൈറ്റ്? അപ്പൊ ഐൻസ്റ്റൈൻ ഈ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്തി എന്ന് വെച്ചാൽ അത് ഒരുപാട് ഇമാജിനേഷൻ, അതുപോലെ ഒരുപാട് മാത്തമാറ്റിക്കൽ ഡെറിവേഷനിലൂടെയാണ് ആ ഒരു ഇക്വേഷനിലേക്ക് എത്തിയത്. എന്നിട്ട് പിന്നെ നമ്മൾ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്ത് അത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയില്ല, പക്ഷെ നമ്മൾ മാത്തമാറ്റിക്സ് ഈസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആ ഒരു കണക്ഷൻ, അപ്പൊ നമുക്ക് പ്രകൃതിയിലെ ഏതൊരു പ്രോസസ്സും നമുക്ക് ഈ മാത്തമാറ്റിക്സ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് അതിന്റെ ഒരു ബേസിക് ഒരു ഫിലോസഫി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഈ ഒരു സയൻസ് ഫീൽഡ് നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പുറമെ
നമുക്ക് വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഇനി നിങ്ങൾ ഫിസിക്സ് ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് വളരെ ബേസിക് സയൻസ് ഫീൽഡുകളായ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജിയാണ്. ഇനി അതിൻ്റെ ഒരുപാട് സബ് ഫീൽഡ്സ് ഉണ്ട്, റൈറ്റ്? ഇപ്പോൾ ബയോളജി ആണെങ്കിൽ അത് സുവോളജി, ബോട്ടണി ആയി മാറും. ഫിസിക്സ് ആണെങ്കിൽ നിങ്ങൾ ആസ്ട്രോഫിസിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ്, അങ്ങനെ പലതിലൊക്കെ. ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വേറെ പിന്നെ MBA, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഡാറ്റ സയൻസ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഏതെങ്കിലും പലതരത്തിലുള്ള ഫീൽഡിലേക്ക് നമ്മളുടെ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇൻ എനി കേസ് നമുക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ സ്കിൽസ്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഈ അനാലിറ്റിക്കൽ സ്കിൽസ്, നമ്മൾ സയൻസിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് ബേസിക് ആയിട്ടുള്ള സ്കില്ലുകളുണ്ട്. അത് നമുക്ക് ലൈഫ് ലോങ് നമുക്ക് എപ്പോഴും ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സംഗതി ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഒരു മാത്തമാറ്റിക്സും സയൻസും തമ്മിലുള്ള ഒരു കണക്ഷൻ, ആ ഒരു ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാത്തമാറ്റിക്സ് ഈസ് നോട്ട് എ ഡിഫറെന്റ് സബ്ജക്ട്, ഇറ്റ് ഈസ് ദി അണ്ടർലൈങ് ലാംഗ്വേജ് ഓഫ് ഓൾ സയൻസസ്. ആ ഒരു ഇതിൽ അത് നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി വ്യത്യാസം വരും. ഇപ്പോൾ ഫിസിക്സിലാണെങ്കിൽ ഒരുപാട് മാത്തമാറ്റിക്സ് ഉണ്ടാവും, കെമിസ്ട്രിയിലാണെങ്കിൽ ചിലപ്പോൾ അതിനെ കുറച്ച് കുറയും, പിന്നെ ബയോളജി ആകുമ്പോൾ ചിലപ്പോൾ ഒന്നും കുറയും. പക്ഷെ എന്നാലും നമ്മളുടെ ആ ഒരു അണ്ടർലൈങ് ഫാക്ട് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ആ ഒരു പാഷൻ നമ്മൾക്ക് ചിലപ്പോൾ ഒരുപാട് സ്പേസ് എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ഇതിനോട് താല്പര്യം ഉണ്ടാവും. അത് ആ താല്പര്യത്തോടൊപ്പം തന്നെ നമുക്ക് അതിനെ മാത്തമാറ്റിക്കലി മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം കൂടി ഡെവലപ്പ് ചെയ്യണം. അപ്പോഴാണ് അതിന്റെ ഒരു ഫുള്ളി നമ്മളുടെ സയൻസിന്റെ ഒരു ഫുൾ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുക. അതാണ് ഞാൻ ഒരു ഫസ്റ്റ് ആയിട്ട് പറയാൻ വിചാരിച്ചൊരു പോയിന്റ്. മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മള് സയൻസ് ഈസ് ഓൾസോ ഇമാജിനേഷൻ, റൈറ്റ്? ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പൊ നമ്മള് ഈ വേൾഡിൽ കാണുന്ന ഒരുപാട്, ഇപ്പൊ നമ്മള് വണ്ടി ഓടുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരുപാട് പ്രോസസ്സുകൾ, റൈറ്റ്? അതൊക്കെ ബേസ്ഡ് ഓൺ, അതൊക്കെ വർക്ക് ചെയ്യുന്നത് സയൻസിന്റെ നമ്മളുടെ ഓരോ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ നമുക്ക് നമ്മൾ കാണാത്ത ഒരുപാട് ഫിസിക്സ് ഉണ്ട്, റൈറ്റ്? ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു ആറ്റം എടുത്താൽ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ 3 ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല, ലൈക്ക് നേക്കഡ് ആയിക്കൊണ്ട് നമ്മൾ അത് കാണാൻ കഴിയില്ല, റൈറ്റ്? പക്ഷെ അതുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അത് നമുക്ക് കാണാൻ കഴിയുമില്ല. കാരണം ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കിയാൽ റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസ് അല്ല ഈ പാർട്ടിക്കിൾസിന്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് പോലെയുള്ള പാർട്ടിക്കിൾസിനുള്ളത്, റൈറ്റ്? അപ്പോ പിന്നെ അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്? നമ്മൾ മറ്റുള്ള എക്സ്പെരിമെന്റ്സിലൂടെ അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ട്, അവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു യഥാർത്ഥത്തിൽ ഒരു പിക്ചർ നമ്മൾ കണ്ടിട്ടില്ല. അത് നമ്മൾ മനസ്സിലാണ് നമ്മളുടെ ആ ഒരു പിക്ചർ ഉള്ളത്. അത് ഓരോരുത്തരുടെ മനസ്സിലും ഡിഫറെന്റ് ആയിരിക്കും. ഒരു ഇലക്ട്രോൺ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പം ഒരു ഇലക്ട്രോണിന്റെ പിക്ചർ നമുക്ക് ഗൂഗിൾ നോക്കിയാൽ കാണാൻ പറ്റും, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിൽ. പക്ഷെ റിയലി ഇലക്ട്രോൺ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ മനസ്സിലും അതിന്റെ പിക്ചർ ഡിഫറെന്റ് ആണ്. കാരണം അതൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇതുപോലെ നമ്മൾ വേവ് ഫംഗ്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. എല്ലാ പാർട്ടിക്കിൾസും വേവുകളാണ്, എന്താ മലയാളത്തിന് തരംഗങ്ങളാണ്, റൈറ്റ്? അപ്പോൾ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മാറ്ററും കൂടിയാണ്, വേവും കൂടിയാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് അത് ഇമാജിൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇറ്റ്സ് ഡിഫറെന്റ് ഫോർ ഈച്ച് ഓഫ് us, റൈറ്റ്? അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആ ഒരു ഡിഫറൻസിൽ, അപ്പോൾ നമ്മളുടെ ആ ഒരു ഇമാജിനേഷൻ നമ്മൾ എത്രത്തോളം നന്നായി നമ്മൾ ഇമാജിൻ ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരുപാട് കിട്ടും, റൈറ്റ്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സയൻസ് ഈസ് ഓൾസോ ഇമാജിനേഷൻ. ഇപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ ഞാൻ ഐൻസ്റ്റൈനെ ഇടക്ക് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐൻസ്റ്റൈൻ എന്ന് പറയുന്നത് ലാസ്റ്റ് സെഞ്ചുറിയിൽ ഒരു വലിയൊരു സയന്റിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പല ഇതെടുത്താലും പല ഡിസ്കവറി, ഉദാഹരണത്തിന് എല്ലാം തിയറി ആയിരുന്നു, റൈറ്റ്? ഇപ്പോൾ ഐൻസ്റ്റൈൻ പ്രെഡിക്റ്റ് ചെയ്തു ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പോൾ അത് പ്രൂവ് ചെയ്തത് ഈ അടുത്താണ്, റൈറ്റ്? അപ്പൊ പക്ഷെ അത് 100 years ബാക്ക് ഐൻസ്റ്റൈൻ ഇമാജിൻ ചെയ്യാൻ കഴിഞ്ഞത്. അത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മളുടെ
ആ ഒരു ഇമാജിനേഷൻ പവർ കൂടിയാണ് നമ്മളുടെ സയൻസ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമ്മൾ മാത്തമാറ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിലൂടെ പ്രഡിക്ഷൻസ് നടത്തുന്ന പ്രഡിക്ഷൻസ് ട്രൂ ആയി വരുന്നു. അങ്ങനെയാണ് ഐൻസ്റ്റൈൻ്റെ തിയറികളൊക്കെ ആക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളുടെ ഒരുപാട് ഇമാജിനേഷൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പ്രത്യേകിച്ച് നമ്മളുടെ മൈക്രോസ്കോപ്പിക് കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ഇമാജിൻ ചെയ്യാം, വളരെ അത് നമ്മളുടെ മനസ്സിൽ ഒരു പിക്ചർ ഉണ്ടാക്കുക അതിനെ പറ്റിയിട്ട്, റൈറ്റ്? അങ്ങനെ ഉള്ള ഒരു അപ്രോച്ച് നമ്മൾ സ്വീകരിക്കുക. അത് നമുക്ക് മറ്റു പലതിലും തന്നെ ഹെൽപ്ഫുള്ളായി കാണാൻ കഴിയും. പിന്നെ അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അപ്പൊ നമ്മൾ ഒരു സയൻസിൽ നമ്മൾ ഒരു ഇമാജിനേഷൻ, നമ്മളുടെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടേതായ ഒരു പിക്ചർ, ഈ ഒരു ഫിലോസഫി നമ്മളുടേതായ രീതിയിൽ ഓരോ കാര്യത്തെക്കുറിച്ചും നമ്മൾ ചിലപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു പീരീഡ് സിലബസിന് വേണ്ടിയിട്ട് പഠിക്കാം. പക്ഷെ അതിനൊക്കെ പുറമെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലൈക്ക് നത്തിങ് ഈസ് സെറ്റിൽഡ്, റൈറ്റ്? യു ക്യാൻ ഓൾവേസ് ക്വസ്റ്റ്യൻ എവറിത്തിങ്. അപ്പോൾ ആ ഒരു നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ, അതെന്തുകൊണ്ട്, ലൈക്ക് അത് അങ്ങനെ തന്നെ ഇത് ഇങ്ങനെ ഒരു വായന ഉണ്ടായിക്കൂടെ, അങ്ങനെയുള്ള ആ ഒരു ക്വസ്റ്റ്യനിങ് മെന്റാലിറ്റിനെ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ നമ്മളുടെ ഒരു ലോകത്ത് നോക്കിയാൽ, നിങ്ങൾ ലുക്ക് ഇൻ ടു ദ ഫ്യൂച്ചർ, റൈറ്റ്? ഇപ്പൊ നമ്മൾ പാസ്റ്റിലേക്ക് നോക്കിയാൽ, ഒരു 100 years ബാക്ക് നോക്കിയാൽ, 100 years ബാക്ക് നമ്മൾ നോക്കിയാൽ നമ്മളുടെ ഒരു വേൾഡ് എങ്ങനെയായിരുന്നു, ലൈക്ക് എന്താ അന്നത്തെ ഏറ്റവും വലിയൊരു ടെക്നോളജി എന്ന് പറയുന്നത് ചിലപ്പോൾ 100 years ബാക്ക് എയറോപ്ലെയിൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ, റൈറ്റ്? ഓട്ടോമൊബൈലൊക്കെ അങ്ങനെ എമർജിങ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിരുന്നു. ഇപ്പോൾ കാറുകളൊക്കെ വളരെ വേരിയേഷൻസ് ഒക്കെ വന്ന് ഇങ്ങനെ ഇന്നിപ്പോ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ, റൈറ്റ്? മൊബൈലോ ഒരു 10 years പിന്നോട്ട് നമ്മൾ നോക്കിയാൽ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈലും ഇപ്പൊ നമ്മളുടെ കയ്യിലുള്ള മൊബൈലും തമ്മിൽ വളരെ വലിയ ഡിഫറൻസ് ഉണ്ട്, റൈറ്റ്? അപ്പോൾ ചിലപ്പോൾ ഇനി മൊബൈൽ ഇപ്പോൾ നമ്മളൊരു കാർ എടുത്താൽ, കാർ ഒരുപാട് അതിന്റെ ഒരു എമർജിങ് ടൈമിൽ, കാർ കണ്ടുപിടിച്ച സമയത്ത്, അല്ലെങ്കിൽ ഈ ഓട്ടോമൊബൈൽസ് കണ്ടുപിടിച്ച സമയത്ത് ഇതുപോലെ അങ്ങനെ വളരെ വലിയ വേരിയേഷൻസ് ആയിരുന്നു. പിന്നെ അതൊരു കൈൻഡ് ഓഫ് സാച്ചുറേഷനിലെത്തിയ, ഇപ്പോൾ നമ്മൾ കാണുന്ന കാറുകളൊക്കെ ഏകദേശം ചിലപ്പോൾ ഒരു 10-30 കൊല്ലം മുമ്പുള്ള അതേ സ്ട്രക്ചറിൽ സെയിം ആണ്, ചെറിയ ടെക്നോളജി വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഇപ്പൊ നമ്മളുടെ കയ്യിലുള്ള ഫോണ് ഒരു 10 കൊല്ലം മുമ്പുള്ള ഫോണും ഇപ്പോഴുള്ള ഫോണും വളരെ വ്യത്യാസമുണ്ട്. പക്ഷെ ഇനിയുള്ള നെക്സ്റ്റ് 10 കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ വലിയ വ്യത്യാസം ഉണ്ടായിക്കൊള്ളണം. അപ്പൊ ആ ഒരു ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ ഒരു സാച്ചുറേഷനിലെത്തി, റൈറ്റ്? അപ്പൊ എന്നതുപോലെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇനിയൊരു 100 years കഴിഞ്ഞാല് എന്തായിരിക്കും നമ്മളുടെ വേൾഡ് എന്ന് പറയുന്നത്, വി കാൻ't ഇമാജിൻ, റൈറ്റ്? കാരണം 100 years ബാക്കിലുള്ള ആളുകൾക്ക് ഇന്ന് നമ്മളുടെ ഈ ഒരു കണക്ടിവിറ്റി, ഇപ്പൊ ഞാൻ അമേരിക്കയിൽ നിന്ന് നിങ്ങളോട് ഫേസ് ടു ഫേസ് ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഇറ്റ് വാസ് അൺഇമാജിനബിൾ, റൈറ്റ്? അതേപോലെ നമുക്ക് അൺഇമാജിനബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആയിരിക്കും ചിലപ്പം 100 years ആഫ്റ്റർ. അപ്പോൾ ആ ഒരു നമ്മളുടെ ആ ഒരു ഫ്യൂച്ചറിലേക്ക് നമ്മൾ കാണാം. അത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഈ വേൾഡില് നമുക്ക് നോക്കിയാൽ ഇതേപോലത്തെ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചുകൾ നമ്മളുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ലൈഫൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയി, റൈറ്റ്? നമുക്ക് പിന്നെ ലോകത്തെവിടെയും സഞ്ചരിക്കാം, എവിടെ നിന്നും ഇൻസ്റ്റന്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ സ്മോൾ town, right? I'm in US and you guys are in India, but we are still talking like without any delay, right? It's kind of very like wonderful, or I don't know what to say, but we don't appreciate it that as much, right? Because we are just taking all this for granted. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ആ ഒരു കുറച്ച് മുമ്പുള്ള ഒരു ജനറേഷനോട് ചോദിച്ചാൽ ഇത് വളരെ, ഇപ്പൊ ഞാൻ ഇവിടെയുള്ള ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഇവിടെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വഴി തെറ്റിയാൽ ആരുടെങ്കിലൊക്കെ
ചോദിച്ചാൽ വഴി മനസ്സിലാക്കും, റൈറ്റ്? പക്ഷെ ഇവിടെ നിന്ന് അങ്ങനെയല്ല. ഇവിടെ വലിയ ഹൈവേ അങ്ങോട്ടും ഒരുപാട് റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ അങ്ങനെ അടുത്ത് ചിലപ്പോൾ വീടുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് വഴി തെറ്റിയാൽ ആരോടും ചോദിക്കാൻ കഴിയില്ല. കാരണം വഴി തെറ്റിയാൽ ചോദിക്കാൻ ചിലപ്പോൾ വീടുണ്ടാവില്ല, പിന്നെ റോഡൊക്കെ ചിലപ്പം വലിയ ഹൈവേ അങ്ങനെ നമുക്ക് പെട്ടെന്ന് പുറത്തെടുക്കാൻ പറ്റാത്ത ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു 10-15 കൊല്ലം മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ അന്ന് ഫിസിക്കൽ നമ്മൾ മാപ്പ് പ്രിന്റ് എടുത്തിട്ട് അത് കയ്യിൽ വെക്കും. അത് വലിയ നമുക്ക് പോകാനുള്ള റീജിയൻ എന്നിട്ട് അതിലിങ്ങനെ നമുക്ക് പോകാനുള്ള റോഡുകൾ അടയാളപ്പെടുത്തിയിട്ട്, എന്നാൽ തന്നെ അത് എവിടെയെങ്കിലും മാറിപ്പോയാൽ പിന്നെ നമുക്ക് ചിലപ്പം ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ തിരിച്ചു വരാൻ പറ്റും. പക്ഷെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പൊ അന്നൊക്കെ എവിടെയെങ്കിലും കാറിൽ പോവാന്ന് പറയുന്നത് ഇത്രയും റിസ്ക്. പക്ഷെ ഇന്ന് നമുക്ക് ഇൻസ്റ്റന്റ്ലി GPS, നമുക്ക് ഫോണുണ്ട്, നമുക്ക് വഴി തെറ്റിയാൽ അപ്പൊ തന്നെ ഗൂഗിൾ മാപ്പ് റീറൗട്ട് ചെയ്ത് നമുക്ക് അടുത്ത വഴി കാണിച്ചു തരും. അപ്പോൾ we don't appreciate the change, that's happening in the world, right? അതേപോലെ നമുക്ക് ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി നമ്മളുടെ ലൈഫിൽ വരുത്തുന്ന ഒരുപാട് ചേഞ്ചുകൾ, റൈറ്റ്? അപ്പൊ അങ്ങനെയുള്ള ഒരു ബ്രൈറ്റർ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഡ്രീം ചെയ്യാം, റൈറ്റ്? അതൊരു വളരെ ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുക. I think my time is up. I can take some questions if you have. Thank you.